കഴിഞ്ഞ 48 മണിക്കൂറിൽ 4ാമത്തെ മനുഷ്യജീവനും വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. വയനാട് അട്ടമലയിലെ ബാലകൃഷ്ണൻ എന്ന ആദിവാസി യുവാവിനെയാണ് ആന ആക്രമിച്ച് കൊന്നത്. ഈ വർഷം തുടങ്ങിയിട്ട് മാത്രം ഇത് 9ാമത്തെ മരണമായി. ബഹുഭൂരിപക്ഷവും ആദിവാസി ജനവിഭാഗം. 1972 വന്യജീവി നിയമത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കി. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. വനമന്ത്രി AK ശശീന്ദ്രന്റെ രാജിക്കായുള്ള മുറവിളിയും ശക്തമാവുകയാണ്. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ വയനാട് പ്രതിനിധി കമൽ മേഖലയിലെ ജനങ്ങളുടെ ആശങ്കകൾ വിശദീകരിക്കാനുണ്ട്. ഒപ്പം ശ്രീ യഹ്യ ഖാൻ നാട്ടുകാരനാണ്, M പ്രകാശൻ മാസ്റ്റർ CPM, ഷംസാദ് മരക്കാർ കോൺഗ്രസ്, S ഗുരുവായൂരപ്പൻ വൈൽഡ് ലൈഫ് മാനേജർ, പോൾ മാത്യൂസ് കിഫ, ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ് എന്നിവരും വളരെ വിപുലമായ പാനലാണ്. ആദ്യം M കമലിലേക്കാണ്. കമൽ, ഒരു മരണത്തിന്റെ നോവ്, അതിന്റെ വിലാപം ഒടുങ്ങുന്നതിന് മുൻപാണ് അട്ടമലയിലെ ബാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങുന്നത്. ആന ആക്രമിച്ച് ബാലകൃഷ്ണൻ കൊല്ലപ്പെടുന്നത്. ചൂരൽമലയിൽ നിന്ന് അട്ടമലയ്ക്കുള്ള യാത്രക്കിടെ മാനു എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ച് അദ്ദേഹത്തിന്റെ മരണകർമ്മങ്ങൾ പൂർത്തിയാവുന്നതിന് മുമ്പ് മറ്റൊരു മരണം താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഓരോ ദിവസവും വന്യജീവി ആക്രമണത്താൽ മരണങ്ങൾ സംഭവിക്കുന്നു. ഭീതിതമായ അന്തരീക്ഷമാണ്. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? അഭിലാഷ്, വളരെ ഭീതിതമായ അന്തരീക്ഷം തന്നെ. 24 മണിക്കൂറിനുള്ളിൽ 2 ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ആക്രമണം ഉണ്ടായത് അട്ടമലയിലാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ പ്രദേശത്തിന് തൊട്ടപ്പുറത്തുള്ള മേഖലയാണ് അട്ടമല. അവിടെ ആകെ ഏതാനും ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിലൊരാളെയാണ് ആന കൊന്നത്. ഈ മേപ്പാടി പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും വന്യമൃഗ ശല്യം രൂക്ഷമാണ്. ഈ പ്രദേശത്തെ ആളുകൾ എന്നോടൊപ്പമുണ്ട്. ഈ കുന്നമ്പറ്റ മേഖലയിലൊക്കെ ആനയുടെ പ്രശ്നം തന്നെയാണ്. അതെ, വയനാട് എന്ന് പറയുന്നത് ശരിക്കും ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന ജനങ്ങളുടെ ജീവന് ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ മാത്രമാണ്. എവിടെയെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ പ്രതിഷേധം ിന് വേണ്ടി അവിടെ ഉദ്യോഗസ്ഥന്മാർ ഓടിയെത്തുകയും അല്ലെങ്കിൽ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ഓടിയെത്തുകയും അപ്പോൾ അവിടെ ഒരു 5 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് കേരള ഗവൺമെൻറ്റുകൾ കാണുവാനായിട്ട് സാധിക്കും. ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എൻ്റെ പറമ്പിലടക്കം നമ്മുടെയൊക്കെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഈ ഗ്രാമത്തിലൊന്നും ഈ സമയത്തൊന്നും ഇത്രയും ആളുകൾ കണ്ടാൽ പോരാ. ഗ്രാമങ്ങളിലേക്കൊക്കെ ടൗണുകളിലേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ പേടിയുള്ള ഒരവസ്ഥയാണ്. ഏത് സമയത്താണ് ആന നമ്മുടെ മുന്നിൽ പെടുക, അല്ലെങ്കിൽ പുലി, കടുവ പോലുള്ള വന്യമൃഗങ്ങൾ നമ്മുടെ മുന്നിൽ പെടുക എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആളുകൾ വന്യമൃഗങ്ങളെ ഭയന്നുകൊണ്ട് ഇന്ന് വീടുകളിൽ തന്നെ സന്ധ്യയായിട്ടുണ്ടെങ്കിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്നിവിടെയുള്ളത്. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടെ തന്നെ അടുത്തന്നെയല്ലേ താമസം? അതെ, ഇപ്പോൾ ആന മാത്രമല്ല, കടുവ, പിന്നെ പുള്ളി, കരടി, അങ്ങനെ പല മൃഗങ്ങളും ഇറങ്ങുന്നുണ്ട്. ജീവനും സ്വത്തും ഭീഷണി തന്നെയാണ്. ഇത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ 2 വൻകിട എസ്റ്റേറ്റ് അടിക്കാട് വെട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നത്തിന് മെയിൻ പരിധി. ഹാരിസൺ പോലെയുള്ള കമ്പനി, ഹാരിസൺ അല്ല, അത് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. 2 വൻകിട എസ്റ്റേറ്റ് അത് അടിക്കാട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. നിങ്ങൾ താമസിക്കുന്ന എന്താ? ഇത് കുന്നമ്പറ്റ ഞാൻ താമസിക്കുന്ന മേഖലയാണ്. ഒരു 10 വർഷം മുന്നേ വരെ ഇങ്ങനത്തെ ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ രാവിലെ അനേകം കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും LP സ്കൂളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികളാണ്. 7 മണിക്ക് ശേഷം യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ രാവിലെ 6:30 മുതൽ കുട്ടികൾക്കൂടെ മദ്രസ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എല്ലാ രക്ഷിതാക്കളും മക്കളെ മദ്രസയിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഒരു 10 വർഷം മുൻപ് ഇവിടെ രാത്രി 9 മണിക്ക് ശേഷവും 10 മണിക്ക് ശേഷവും ഈ ടൗൺ സജീവമായിരുന്നു. ഒരു അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ടൗൺ അല്ലേ? അവിടെ രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവനും സ്വത്തിനും വളരെയധികം കുരങ്ങ്, പന്നി, ആന എന്നീ വന്യമൃഗങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി കൃഷിയിടങ്ങളിലൊക്കെ? ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം വയനാട് ജില്ല പറയുന്ന പോലെ തന്നെ കുന്നമ്പറ്റ നേരത്തെ ഷറഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഏത് പാതിരാത്രിക്ക് നമുക്ക് പുറത്തിറങ്ങി നടക്കായിരുന്നു, എന്ത് കൃഷിയും ചെയ്യായിരുന്നു. പക്ഷെ ഇന്നിപ്പം പകല് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ആനയായാലും കടുവയായാലും പുലിയായാലും, ഞാനൊരു ദിവസം ഇതിലെ വരുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് നേരിട്ട് കണ്ടതാണ് പുലി. അന്നാണ് നേരിട്ട് ഞാനിത് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ രാത്രികാലങ്ങളിലെ പോലെ തന്നെ പകല് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്ത. കടുവയുടെ സാന്നിധ്യം ഒന്നും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഇപ്പോൾ പലതവണ കടുവ പോയിട്ട് ആകെ ഈ പറഞ്ഞ പോലെ പന്നിയെ മാത്രമേ ഞങ്ങൾക്ക് ആകെ ഭയപ്പെടേണ്ടതുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ നോക്കുമ്പോൾ ആന, മയിൽ, ഒട്ടകം എന്ന് പറഞ്ഞ പോലെ മയിലിൻ്റെ ശല്യം വേറെയുണ്ട്. ഇനി ഒരു മൃഗവും ഇവിടെ വരാൻ ബാക്കിയില്ല. അപ്പോൾ ഏറ്റവും മനുഷ്യൻ്റെ ജീവൻ, കൃഷി പോയിട്ട് ഇപ്പോൾ മനുഷ്യജീവൻ ഭീതിയിലാണ്. എപ്പോഴാണ് അപകടം സംഭവിക്കുക ആർക്കും ഒന്നും പറയാത്ത അവസ്ഥയാണ്.
ഇതേ അവസ്ഥ തന്നെയാണ്. എന്താണ് അപ്പോൾ ആൾക്കാർ പുറത്തിറങ്ങാൻ പേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതി? ഞാനിവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളാണ്. 4 വർഷം മുമ്പാണ് പാർവതി എന്ന് പറഞ്ഞ ആളെ പണി സ്ഥലത്ത് നിന്ന് വിട്ടുവരുന്ന സമയത്ത് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ വേറെയും കുറേ ആൾക്കാരെ 2-3 ആൾക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ദിവസേന എന്നോണം ആന ആക്രമണം, പുലി ആക്രമണം, കടുവ ആക്രമണം. എനിക്ക് പറയാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിയമം മാറ്റി മറിച്ചാൽ മാത്രമേ, അല്ലാണ്ട് ഹർത്താലോ അല്ലെങ്കിൽ ഒരു പിക്കറ്റിങ്ങോ നടത്തിക്കൊണ്ട് ശാശ്വത പരിഹാരമാവില്ല. ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ MP ഡൽഹിയിൽ പോയിട്ട് അവിടെ പിക്കറ്റിംഗ് നടത്തി അല്ലെങ്കിൽ നിരാഹാരം കിടന്നുകൊണ്ട് ഈ നിയമം മാറ്റിമറിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കണം, സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. അഭിലാഷ്, അതാണ് അവസ്ഥ. ആളുകൾ ഈ കുന്നമ്പറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത്. അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ഒരു മേഖലയാണ്. പക്ഷേ തൊട്ടടുത്ത് ചെമ്പ്ര മലയുടെ മേഖലയിൽ നിന്ന് ആനകൾ എസ്റ്റേറ്റുകളിലേക്കും റോഡിലേക്കും ഒക്കെ കാട്ടാനയും കടുവയും ഒക്കെ ഇറങ്ങി വരുന്ന അവസ്ഥയാണുള്ളത്. ഈ മുൻപ് ഈ പ്രദേശത്തൊന്നും കടുവയൊന്നും ആളുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ വർഷം പലതവണ കടുവയുടെ സാന്നിധ്യമുണ്ടായി, വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ആനയ്ക്ക് പുറമെ മറ്റു മൃഗങ്ങളെയും ഭയന്ന് കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ആളുകളുള്ളത്. ആന കുത്തി മരിക്കുമോ, കടുവയോ പുലിയോ ആക്രമിച്ചു മരിക്കുമോ എന്ന കാര്യത്തിലാണ് അവർക്ക് സന്ദേഹമുള്ളത്. മരണം എന്നുള്ളത് മുമ്പിൽ കണ്ട് കഴിയുകയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അത്രയും ദയനീയമാണ്, ദാരുണമാണ് അവസ്ഥ. സർക്കാർ എന്ത് ചെയ്യുന്നു, നിസ്സംഗമായിരിക്കുന്നു എന്ന ഗൗരവപൂർണമായ ചോദ്യമുണ്ട്. എം പ്രകാശൻ മാസ്റ്റർ, CPM ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇന്നലെ വനം മന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ ദാരുണമായ ഒരു ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞത് കാട്ടിലേക്ക് പോകുന്നത് എന്ത് തരത്തിലൊക്കെ ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ എന്നാണ്. കാട്ടിലേക്ക് പോകുന്നത് എന്ത് തരത്തിലാണ്? വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ആദിവാസികൾ ജീവിക്കുന്നത്. അവർ അതിന് പോകുന്നുണ്ടാവും. ഇവിടെ കഴിഞ്ഞ ദിവസം മരിച്ച ബാലകൃഷ്ണൻ കുഞ്ഞുങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് നടന്നു പോകുന്നതിനിടയ്ക്കാണ് ജനവാസ മേഖലയിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടത് അട്ടമലയിൽ നിന്ന്, അതുപോലെ അട്ടമലയിലേക്ക് പോകുമ്പോഴാണ്. ഇങ്ങനെ മനുഷ്യർ അവരുടെ വാസസ്ഥലത്ത് ഇതുപോലെ കൊല്ലപ്പെടുകയും അവരെ പരിഹസിക്കുകയും കൂടി വേണോ? സർക്കാർ അത്രയും ഇൻസെൻസിറ്റീവ് ആവണോ? ഇതില് നമ്മളിപ്പോൾ വനം മന്ത്രിയെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്ന കടുവയായാലും സിംഹമായാലും ആനയായാലും അതിനെ കൊല്ലാൻ അധികാരം കൊടുക്കണം. അതല്ലാതെ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുക? അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള നിയമങ്ങളിൽ, വനസംരക്ഷണ നിയമങ്ങളിൽ അതിന് വകുപ്പുണ്ട്. ഇപ്പോൾ കള്ളിങ്, വന്യജീവികളുടെ എണ്ണം കണ്ടമാനം പെരുകിയിരിക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ കടുവകൾ, എത്രയോ കാട്ടുപന്നികൾ, അതുപോലെ എത്രയോ ആനകൾ, ഇവയെല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഈ വലിയ നിലക്ക് കാട്ടുമൃഗങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് അവയെ കള്ളിങ് നടത്താൻ രാജ്യത്തിലെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. എല്ലാ രാജ്യത്തും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ വനം സംരക്ഷണ നിയമത്തിനകത്ത്, ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയേ ഇല്ല. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വനത്തിനകത്ത് അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. ലോകത്തെവിടെയും വനത്തിനകത്ത് ജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ, വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, ചില സമയങ്ങളിൽ ഹെലികോപ്റ്റർ പോയിട്ട് ഭക്ഷണം കൊടുക്കാനെല്ലാം നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതിന് നിയമമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാമല്ലോ, രാജ്യം ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്നതാണ്. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ജീവികളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ച് അതിനെ കൊല്ലാൻ അധികാരം കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അത് നിർണ്ണയിക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ അങ്ങനെ ഒരു അധികാരമേ ആർക്കുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന കൃഷിക്കാരന്റെ ജീവൻ യഥാർത്ഥത്തിൽ അവൻ കൈവെള്ളയിൽ എടുത്ത് നടക്കുകയാണ്. കഴിയുന്നില്ല. അങ്ങനെ ഉത്തരവാദി മനുഷ്യരോട് നമുക്ക് കൈമലർത്തി കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ 2 കാര്യം ഞാൻ അംഗീകരിച്ചു. ഒന്ന്, വനത്തിലെ ആവാസ വ്യവസ്ഥ തകർന്നത് കൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്കിറക്കുന്നത്. 2, 1972 കേന്ദ്ര നിയമം അനുസരിച്ചാണ് ഈ മൃഗങ്ങളെ കൊല്ലുന്നതും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ. അതിൽ സംസ്ഥാന സർക്കാരിന്റെ റോളില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വനം വകുപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്താം. വെറും ഏറുപടക്കം 2 ഓലപ്പടക്കം മാത്രം പിടിച്ചു നിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണ്? ആവർത്തിച്ച് വന്യമൃഗ ആക്രമണം ഉണ്ടാവുന്ന അതേ സ്ഥലത്താണ് ഇവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ അവിടെ പെരുവന്താനത്ത് ഒരു മധ്യവയസ്ക കൊല്ലപ്പെട്ടില്ലേ? അവർ വന്യജീവി ശല്യത്തെക്കുറിച്ച് നിരന്തരം വനം മന്ത്രിയോട് നേരിട്ട് പരാതി പറഞ്ഞ് വനം മന്ത്രി തോളിൽ തട്ടി ഒരു കുഴപ്പമില്ല, ഞങ്ങൾ രക്ഷിച്ചോളാമെന്ന് ആശ്വസിപ്പിച്ച വ്യക്തിയാണ്. ആവർത്തിച്ചുള്ള വന്യമൃഗ ആക്രമണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണമായിട്ട് മരിച്ചത്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന പ്രാഥമിക ബാധ്യത സർക്കാരിലുണ്ട്. എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇവിടെ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുക ഈ പറയുന്ന
കടുവയെയോ ആനയോ ഒക്കെ തന്നെ മന്ത്രി അങ്ങ് പോയിട്ട് പിടിക്കണം എന്നാണ്. ഇവിടെ വയനാട്ടിൽ ഈ പറയുന്ന ഈ കേരളത്തിൽ ഏറ്റവും ഏറെ വന്യജീവിയാക്രമണം നടക്കുന്ന സ്ഥലം വയനാടാണ്. വയനാട്ടിൽ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനപ്പുറം എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക? അപ്പം ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെവിടെയും കടുവകളെ പിടിച്ച് പാർപ്പിക്കാൻ എന്തെങ്കിലും സംവിധാനമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമൽ ഹോസ്പിറ്റൽ സെൻറ്റർ ഇവിടെ വയനാട്ടിൽ സ്ഥാപിച്ച് അവിടെ 7 കടുവകൾ ഇപ്പോൾ നിൽക്കുകയാണ്, പിടിച്ചിരിക്കുന്ന കടുവകൾ. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 609 കിലോമീറ്റർ സൗരോർജ്ജ വേലി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഏത് പ്രദേശത്തും ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് റാപ്പിഡ് ആക്ഷൻ ടീമുകൾ RRTകൾ ഈ കേരളത്തിലാകെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും ഇത് പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആന മുതൽ തോൽപ്പെട്ടി, കുറിച്യാട്, സുൽത്താൻ ബത്തേരി എവിടെയെല്ലാം തന്നെ ആന പ്രതിരോധ മതിലുണ്ടാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 40.97 കിലോമീറ്റർ ആന പ്രതിരോധ കിടക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ നേരത്തെ റെയിൽ ഫെൻസിങ് വയനാട് ഉണ്ടാക്കിയിട്ടുണ്ട്. 1.2 കിലോമീറ്റർ ക്രാഷ് റോഡ് ഫെൻസിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. 500 ബീറ്റ് പോലീസ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. PSC വഴി വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് 600 കോടിയുടെ പദ്ധതി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. 620 കോടിയുടെ പദ്ധതി വയനാടിന് വേണ്ടി മാത്രമാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കേന്ദ്രം സന്നദ്ധമായിട്ടില്ല. നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി, ഈ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ളതിലേക്ക് വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് മാത്രം പരിശോധിക്കാൻ ഇപ്പോൾ ഉണ്ട്. ഇതുപോലെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ വിശദീകരണം. വയനാടിന് കൊടുത്ത കോടികളുടെ കണക്ക് പറഞ്ഞു. ജനുവരി 1 മുതൽ ഫെബ്രുവരി 12-ാം തീയതി നമ്മൾ ഈ സംസാരിക്കുന്ന തീയതി വരെ 9 മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 7 കാട്ടാന ആക്രമണത്തിലാണ്, 1 കടുവ, 1 പന്നി. കഴിഞ്ഞ 14 മാസത്തെ കണക്കെടുത്താൽ 24 മരണമാണ് കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കൊണ്ടുണ്ടാവുന്നത്. കോടികൾ പ്രഖ്യാപിക്കുന്നു, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, പക്ഷെ ജനങ്ങൾക്ക് ഊരു പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ശ്രീ ഷംഷാദ് ഹുസൈൻ, വയനാട്ടിൽ ആവർത്തിച്ച് ഇന്ന് ഒരാൾ 2ഉം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്, ആദിവാസികളാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. അത് കഴിഞ്ഞ ഈ കൊല്ലം തന്നെ ഇതിനു മുമ്പുള്ള സംഭവങ്ങൾ, നിലമ്പൂരിൽ മണിയാവട്ടെ, സരോജിനി ആവട്ടെ, പഞ്ചാരക്കൊല്ലിയിൽ കടുവ പിടിച്ച് കൊല്ലപ്പെട്ട രാധയാവട്ടെ, ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരാണ് ഇത്രയും ദാരുണമായ നിലയിൽ കൊല്ലപ്പെടുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇത്രയൊക്കെ പറ്റൂ, ഇതിൽ കൂടുതൽ എന്ത് പറ്റും എന്ന് ചോദിച്ചത് കൊണ്ടായോ? കണക്ക് കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണ്. കാരണം വയനാട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് ആരോ എഴുതി കൊടുത്തതാണ് അദ്ദേഹം വായിക്കുന്നത്. അദ്ദേഹം വായിച്ച കണക്ക് പ്രകാരമാണെങ്കിൽ വയനാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവണം. 620 കോടി രൂപ വയനാടിന് മാത്രം വേണ്ടി കൊടുത്തു എന്നൊക്കെയാണ് പ്രകാശം മാഷ് പറഞ്ഞത്. അത് കേരളത്തിന് കൊടുത്തതാണ്, അത് കേന്ദ്രം അംഗീകരിക്കാത്തൊരു കണക്കാണ്. ആ കണക്കൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സോളാർ വേലി ചെയ്തു, ആനമതിലൊക്കെ പൊളിഞ്ഞിട്ട് 6 വർഷമായി. ആനമതിൽ പൊളിഞ്ഞ സ്ഥലം പ്രകാശം മാഷക്ക് അറിയില്ലെങ്കിൽ പ്രജീഷിനെ കടുവ പിടിച്ച സ്ഥലം കമലിനോടൊന്ന് അവിടെ നിന്ന് അതിൻ്റെ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞാൽ മതി. അവിടെ പോയി കാണാം ആനമതിൽ പൊളിഞ്ഞു കിടക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞ റെയിൽ ഗാർഡ് ഫെൻസിങ് ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാമത്തെ മാസം തകർന്ന് വിജിലൻസിൽ പരാതിയുണ്ട്. കിഫ്ബിയിൽ ഉപയോഗിച്ച 15 കോടി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ കണക്ക് എഴുതി തരുന്ന ആളുകളോട് അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പ്രകാശം മാഷ് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കണക്കാണ്. കാരണം കടുവയെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം അവിടെ ഉണ്ട് എന്നുള്ളത് കറക്റ്റാണ്. അതിനകത്ത് 7 കടുവയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടെ 5 കടുവ ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ 7 എണ്ണം ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും ഭീകരമാണ് വയനാട്ടിലെ അവസ്ഥ എന്നുള്ളതാണ്. അവിടെ നിന്ന് 3-4 കടുവകളെ മറ്റ് മൃഗശാലയിലേക്ക് മാറ്റിയത് കൊണ്ടാണ് അവിടെ കുറഞ്ഞത്. അപ്പോൾ അത്രയും പരിതാപകരമാണ്. പിന്നെ താങ്കൾ പറയുന്ന പോലെ വനം വകുപ്പ് മന്ത്രി പോയി ആനയെയും കടുവയും പിടിക്കുമെന്നുള്ള പ്രതീക്ഷയോ പിടിക്കാനുള്ള അവകാശമൊന്നും ഞങ്ങൾ പറയില്ല. കാരണം അദ്ദേഹം ആനയും പിടിക്കണ്ട, കടുവയും പിടിക്കണ്ട, വനം വകുപ്പിനെ നേരെ ചൊവ്വയൊന്ന് നയിക്കാൻ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ, അവർക്ക് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരോട് ഇത്തിരി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പറയാൻ നിർദ്ദേശം നൽകാനെങ്കിലും അദ്ദേഹത്തിന് തയ്യാറായാൽ മതി. രാധയെ കടുവ പിടിച്ച് രാധയുടെ ശരീരം പാതി ഭക്ഷിച്ച് കിടക്കുമ്പോൾ ഫാഷൻ പരേഡിന് പോയി പാട്ട് പാടിയ മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പ്രകാശ് മാഷ് അങ്ങനെ വല്ലാത്ത രീതിയിൽ പറയണ്ട. വയനാട് ജില്ലയിൽ ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം എല്ലാ മേഖലകളിലും വന്യമൃഗശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മേഖലകളിൽ ഇന്ന് നടന്ന അട്ടമലയിൽ നടന്ന അപകടം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അട്ടമലയിൽ ആനയുടെ ശല്യം ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും മാസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ വാർത്ത നിങ്ങൾ എടുക്കൂ, പഴയത്. അതിനകത്ത് മുണ്ടക്കയിലും ചൂരൽമലയിലും വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു എന്ന് ജനം പറയുന്ന പരാതി, ജനപ്രതിനിധികൾ പറയുന്ന പരാതി. ഇന്നലെ വൈകുന്നേരം ബാലകൃഷ്ണനെ ആക്രമിച്ച ആന ഒറ്റയ്ക്ക് ആ പ്രദേശത്തുകൂടെ സ്വൈര്യവിഹാരം നടത്തുന്ന വീഡിയോ ഇന്ന് പുറത്തു വന്നു. ഇത്രയും സംഭവിച്ചിട്ടും അവിടെ നൈറ്റ് പട്രോളിംഗ് നടത്താനോ ആനയെ തുരത്താനോ എന്തുകൊണ്ട് വനം വകുപ്പ് പോയില്ല? ആ ഒരു മിനിമം ഒരു ജോലി എന്തുകൊണ്ട് വനം വകുപ്പ് അവിടെ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഒരു ജീവൻ രക്ഷിക്കാമെന്ന്. ഒരു കാര്യം കൂടെ അഭിലാഷേ, ഇതേപോലെ നൂൽപ്പുഴയിൽ മരണമുണ്ടായ സ്ഥലത്ത് 1 കിലോമീറ്റർ 1.45 ദൂരം
കിലോമീറ്റർ ദൂരം ഫെൻസിങ് ചെയ്യാനാണ് അവിടെ ബാക്കിയുള്ളത്. ആ കിലോമീറ്റർ ഫെൻസിങ് ചെയ്യണമെന്ന് ജനവും ജനപ്രതിനിധികളും ഫോറസ്റ്റിനോട് ആവശ്യപ്പെട്ടു. ഇനി പ്രകാശം മാഷ് പറഞ്ഞതുപോലെ കോടികൾ വയനാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 1.45 കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിരുന്നെങ്കിൽ മാനു എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അത് ചെയ്യണം. വനം വകുപ്പ് മന്ത്രി ആനയും പിടിക്കേണ്ട കടുവയും പിടിക്കണം. വനം വകുപ്പിന് നേരെ ചൊവ്വേ നയിക്കാനെങ്കിലും അദ്ദേഹത്തിന് പറ്റണം. ശരി, ഫാദർ ഫിലിപ്പ് കവീൽ കുവൈറ്റിൽ നിന്നാണ് ചേർന്നത്. ഫാദർ ഫിലിപ്പ് കവീൽ, നമ്മുടെ മലയോര മേഖലകൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഓരോ ദിവസവും വഷളാവുകയാണ്, ഓരോ ദിവസവും ഈ പ്രശ്നം കൂടുകയാണ്. ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. ആവർത്തിച്ച് ഇന്നലെ ബാലകൃഷ്ണൻ മരിക്കുന്നു, ഇന്നലെ മിനിയാന്ന് മാനു മരിക്കുന്നു, ഇന്നലെ ബാലകൃഷ്ണൻ മരിക്കുന്നു, നാളെ ആര്, ഇന്ന് രാത്രി എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ഒരു ആശങ്ക മുനമ്പിൽ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. ശരിയാണ്, ഇന്നും കേന്ദ്രം ഇന്നിപ്പോൾ ഒരു MP കൊടുത്ത മറുപടിയിൽ, ഹാരിസ് ബീരാന് കൊടുത്ത മറുപടിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് 1972 നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ ജീവൻ സംസ്ഥാന സർക്കാരുകൾ നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ്. നിയമം മാറ്റലൊക്കെ എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ജനങ്ങളെ മര്യാദയ്ക്ക് ജീവിപ്പിക്കാൻ എന്ത് ചെയ്യണം? കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലും ഗവൺമെന്റിന്റെ മുമ്പിലും അതിശക്തമായിട്ട് അവതരിപ്പിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പുകൾ പലപ്പോഴായി അവഗണിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ദുരന്തം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററോട് എനിക്ക് വളരെ സ്നേഹബുദ്ധിയാ പറയുവാനുള്ളത്, അങ്ങ് ഈ വനം മന്ത്രിയെ ന്യായീകരിക്കുമ്പോൾ കേരള സമൂഹത്തിൽ അങ്ങ് അപഹാസ്യനായി പോവുകയാണ്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യര് ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഈ മന്ത്രിക്ക് ഇതിൽ കൂടുതൽ എന്ത് ആനയെ പിടിക്കാൻ മന്ത്രിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു അപഹാസ്യമാണ്. ഇവിടെ രാഷ്ട്രീയക്കാരായ നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ നിങ്ങൾ അല്പം കൂടി ഗൗരവമായി പരിഗണിക്കണം. 1972 കിരാതമായ വന നിയമങ്ങളെ പൊടിച്ചെഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പകരം അത് സാധിക്കുന്നവരെ ജനപ്രതിനിധികളായി അങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിടുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല വിഷയം. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം. ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് വനമേഖലയോട് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇന്ന് ഭയത്തോടെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളാകുന്നില്ല? നേരത്തെ മറ്റൊരു സഹോദരൻ പറഞ്ഞതുപോലെ റോം കത്തി എരിഞ്ഞപ്പോൾ നീറോ പാട്ടുപാടി രസിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി അവിടെ ഒരു മനുഷ്യൻ കടുവ കടിച്ച് മരിച്ച് വളരെ ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ദിവസങ്ങളിൽ തന്നെ പാട്ടുപാടി ഉല്ലസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തൊരു ദയനീയ അവസ്ഥയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയപരമായ നിലപാടുകളല്ല വേണ്ടത്. നിങ്ങൾ ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ജനപക്ഷത്ത് നിന്ന് സംസാരിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി നിലനിൽക്കണം. അതാണ് കത്തോലിക്ക കോൺഗ്രസ് എല്ലാ പ്രാവശ്യവും പറഞ്ഞത്. അല്ലാതെ പ്രത്യേക ഭരണത്തിന്റെ വിഷയമല്ല. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലിടയിൽ ഈ കേരള നാട്ടിൽ മരിച്ചത് 700ഓളം പേരാണ് എന്നുള്ള കണക്ക് നിങ്ങൾ മറക്കരുത്. ഈ കഴിഞ്ഞ 3 ദിവസത്തിനകം ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ പറഞ്ഞതുപോലെ 3 പേരാണ് മരിച്ചത്. ഇവിടെ നാളെ നമ്മളിൽ ഒരാളായിരിക്കും മരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതോ ഒരു ദിവസം ഈ മരിച്ചതിൽ ഒരാൾ പ്രകടിപ്പിച്ച ആശങ്ക ഇന്ന് യൂട്യൂബിലൂടെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും. ആ വ്യക്തി ഇന്നില്ല. വന്യജീവി ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ പറയും ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് സമാനമായ സാഹചര്യം എന്ന് പറയുന്നതിനോട് യോജിക്കുന്നത്. സോഫിയ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ജീവനും അവരുടെ അയൽവക്കത്തുള്ള ആളുകളുടെ ജീവനും അപകടത്തിലാണ് എന്ന് ക്യാമറകൾക്ക് മുമ്പിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു. ആ വ്യക്തി ഇന്നില്ല, ആനയുടെ ആക്രമണത്തിൽ മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ എന്താണോ പേടിച്ചത് അത് തന്നെ നടക്കുകയാണ്. മറ്റ് അതിഥികളിലേക്ക് വരുന്നതിന് പക്ഷേ പ്രകാശൻ മാസ്റ്റർ, സർക്കാരിന്റെ ഉത്തരവാദിത്വം കൈകഴുകി ഒഴുകിപ്പോക്കുന്ന ഒരു ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? വനം വകുപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ല, ഇന്ന് രണ്ട് ബിഷപ്പുമാരാണ്, കോൺഗ്രസിന്റെ ആളായാലും 2 ബിഷപ്പുമാരാണ്. രക്ഷിക്കാനാണ് സഹായിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പും താമരശ്ശേരി ബിഷപ്പുമാണ് വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി അരിയല്ലൂരിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ മരിച്ചത് അദ്ദേഹം ട്രെയിൻ ഓടിച്ച് അതിന്റെ ലോക്കോ പൈലറ്റ് ആയതുകൊണ്ടല്ല. ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം ഇല്ലേ? ഇപ്പോ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം 30 ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇന്നലെ ശിവദാസൻ ആ വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചു.
എന്നിട്ട് ആ വിഷയത്തിൽ കേന്ദ്രമന്ത്രി പറയാണ് ഞങ്ങൾ വനം നിയമത്തിൽ മാറ്റം വരുത്തില്ല. എന്തേ ആ മന്ത്രി രാജിവെക്കണമെന്ന് ഈ പറയുന്ന പിന്നെ ഫാദർമാർക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല? എന്തേ കത്തോലിക്ക ഒടുവിലൊന്ന് ഭേദഗതി 23 ഭേദഗതി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ആയിക്കോട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ മറുപടി നിങ്ങൾ പിന്നീട് പറഞ്ഞോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്യജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ട് അധികാരമാണെന്ന് ആവശ്യപ്പെട്ടത് ആരാ? കേരള നിയമസഭ ഐകണ്ഠ്യേനയാണ്, എല്ലാ പാർട്ടിക്കാരും ചേർന്നിട്ടാണ്. നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നില്ല. അവർക്കെതിരായിട്ടൊരു വാക്ക് പറയണ്ടേ? ഇവിടെ 5 കൊല്ലക്കാലം നമ്മുടെ ആ മണ്ഡലത്തെ പ്രതികരിച്ച ആളാണ് കോൺഗ്രസ് നേതാവായിട്ട് രാഹുൽ ഗാന്ധി. ഒരക്ഷരം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം പറയരുത്, തെറ്റാണ് എന്ന്. ഇന്നലെ ശിവദാസൻ ലോക്സഭയിൽ പറഞ്ഞു, ഇത് അന്യായമാണ്, മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. പറയണ്ടേ കേന്ദ്രമന്ത്രി പറയുന്ന കാര്യം തെറ്റാണ് എന്ന്? അപ്പൊ നിങ്ങള് മരം ഇറങ്ങിയിട്ട് കാട് വനം മന്ത്രിയെ കുറ്റപ്പെടുത്തണം. തൊട്ടുകൂടാ. കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ കഴിയില്ല, ധൈര്യമില്ല. അന്യായത്തെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ധൈര്യമില്ല. ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക്, കേരളത്തിലെ വനം മന്ത്രിക്ക് ഉൾപ്പെടെ ഈ വന്യജീവികളെ കൊല്ലാൻ വേണ്ടി ഉത്തരവ് കൊടുക്കാൻ അധികാരം വേണം. എന്താ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? കേന്ദ്രം നൽകുന്നില്ല, നൽകാൻ സന്നദ്ധമല്ല. ആൾ എത്രയും മരിച്ചോട്ടെ, സംസ്ഥാനം രക്ഷിക്കുമെന്നാണ്. ഒരു ദിവസം 30 പേർ, കേരളത്തിൽ മാത്രമല്ല, ഒരു ദിവസം 30 പേര് കൊല്ലപ്പെടുകയാണ്. ഈ കഴിഞ്ഞ കൊല്ലം ഒഡീസയിൽ 154 പേര് മരിച്ചു, ബംഗാളിൽ 99 പേര് മരിച്ചു, ആസാമിൽ 24 പേര് മരിച്ചു, മഹാരാഷ്ട്രയിൽ 82. ഇതെല്ലാം പാർലമെന്റിൽ നിന്ന് കണക്കാ. എന്തേ അവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം കാണാൻ കേന്ദ്രത്തിന് ഉത്തരവാദിത്വമില്ല. ഞാൻ ന്യായീകരിക്കുന്നില്ല, തീർച്ചയായിട്ടും ദുഃഖകരാണ്. ഒരു മനുഷ്യൻ പറയുമ്പോ ശരി, ഓക്കെ. പരസ്പരം തമ്മിൽ തല്ലിട്ടാൽ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ കേന്ദ്രമില്ല. ആരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും എല്ലാം സാധാരണക്കാരായ കേരളത്തെ പഴിചാരി എങ്ങനെ രക്ഷപ്പെടുവാൻ പ്രസ്താവന അതീവ ഗുരുതരമാണ്, പ്രതിഷേധാർഹമാണ്. വനമന്ത്രി രാജിവെച്ച് കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് ഒരു കുറ്റമില്ല. സാധ്യമല്ല. ശരി, ഞാൻ 2 പേരിലേക്കും വരാം. ശ്രീ എസ് ഗുരുവായൂരപ്പൻ, രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. വരാം. 2 പേരിലേക്ക് ഞാൻ വരാം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. 4 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ കേവല തർക്കങ്ങളിലേക്ക് പോകരുത്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. 2 തവണ കേന്ദ്ര ഗവൺമെന്റ് സമരത്തിൽ പോയ ആളാണ് ഞാൻ. ശരി, ഓക്കെ. ഞാൻ 2 പേരിലേക്കും വരാം. മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം പറയാതെ മനുഷ്യന്റെ ജീവന് ഭീഷണിയുള്ളപ്പോൾ ആ വിഷയം അഡ്രസ് ചെയ്യുകയാണ്. ശരി, ഞാൻ 2 പേരിലേക്കും വരാം. ശരി, ഓക്കെ. 2 പേരിലേക്കും വരാം. ശ്രീ എസ് ഗുരുവായൂരപ്പൻ, കഴിഞ്ഞ 48 മണിക്കൂറിൽ 4 മനുഷ്യരാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഭീതിതമാണ് കാര്യങ്ങൾ. ആനയുടെയും കടുവയുടെയും ആക്രമണങ്ങളിൽ മരിക്കുന്ന ആളുകൾ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ 30-35 ദിവസങ്ങൾക്കിടെ, അല്ലെങ്കിൽ 40 ദിവസത്തിനിടെ 9 പേരാണ് മരിച്ചത്. അതിനു മുമ്പുള്ള കണക്കൂടെ എടുത്തു കഴിഞ്ഞാൽ 14 പേരാണ് മരിച്ചിട്ടുള്ളത്. ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ആണ് കേരളത്തിൽ. അടിയന്തരമായി നടപടികൾ ഈ കാര്യത്തിൽ ആവശ്യമില്ലേ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അത് വന്യജീവികൾ മൂലം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു പരിഗണന കൊടുക്കണം. അതേസമയം നമ്മൾ ആളുകൾ മരിക്കുന്നത് വന്യജീവികൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന സമയത്താണ് ചർച്ചകൾ വരുന്നത്. അല്ലാത്ത രീതിക്ക് ആളുകൾ കൊല്ലപ്പെടുകയോ കൊലപാതകം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്തൊന്നും ഈ ചർച്ചകളില്ല. കാരണം ഇത് എന്താണ് കണക്കിലെ കളി എന്നുള്ളത് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അഭിലാഷ് പറഞ്ഞത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷത്തെ കണക്കെടുക്കുകയാണ്. അത് 2020-21 കണക്ക് പ്രകാരം 27 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 2021-22 നോക്കിക്കഴിഞ്ഞാൽ 35 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 22-23 നോക്കിക്കഴിഞ്ഞാൽ 27 പേരാണ്. 23-24 നോക്കിയാൽ 22 പേരാണ്.
ഇപ്പോൾ 25, 24, 25 അതായത് കഴിഞ്ഞ ജനുവരി വരെ നമ്മൾ നോക്കിയാൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 7 പേരും കൂടെ കൂട്ടിയാൽ നമുക്കൊരു 18 പേരാണ്. നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിതിപ്പോൾ കൂടുതൽ കുറവ് എന്നുള്ളതല്ല പറയുന്നത്, എങ്കിലും ഈ പോയ ജീവനുകളെല്ലാം ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും തന്നെ ഇവിടെ മരണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയണം. അത് സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് ഇത് പ്രൂവണാണ്. അതുകൊണ്ട് ഇത് കൂടുതലാണ്, ഇത് വലിയ ഇഷ്യൂ ആണ് എന്നുള്ള രീതിക്ക് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല ഒരു വശത്ത് നോക്കുമ്പോൾ. പക്ഷേ ആളുകൾ കൊല്ലപ്പെടുന്നത് തീർച്ചയായിട്ടും ലഘൂകരിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഭരണകക്ഷിയായിട്ടുള്ള CPM-ലെ പ്രകാശ് മാഷ് അടക്കം പറയുന്നത് ഇതിനെ കൊല്ലാനുള്ള ഉത്തരവ് കേന്ദ്രം തരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സമാധാനത്തിൻ്റെ ആൾക്കാരും ഇത് കൊല്ലണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ അടുത്ത കിഫാക്കാരൻ വരുന്നുണ്ട്, അവനും കൊല്ലാനാണ് പറയുന്നത്. ഈ ജീവികളെല്ലാം കൊന്നൊടുക്കുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെയാണ് ഇതിനെല്ലാം കൊന്നെടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഭൂമിയിൽ നിലനിൽക്കണ്ടേ? ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ട് വന്യജീവികളെ കാണുന്ന സമയത്ത് അതിനെ കൊല്ലണമെന്ന് പറയുകയും ചെയ്യുക. നോക്കൂ, ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൽ പാമ്പുകളെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ഒരു വശത്ത് പറയും. നമ്മുടെ കൺമുന്നിൽ പാമ്പിനെ കണ്ടാൽ അപ്പം തന്നെ തല്ലിക്കൊല്ലണമെന്ന് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഈ ഒരു ഇരട്ട ചിന്ത അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളിലും ഫോറസ്റ്റ് കൺസർവേഷനും അതുപോലെ തന്നെ വന്യജീവികളുടെ സംരക്ഷണവും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും അനിയന്ത്രിതമായി ഇത് പെരുകി ജനങ്ങളെ കൊന്നുകൊള്ളട്ടെ എന്ന നയം സ്വീകരിക്കാറുണ്ടോ? ഒരു കാടിന് അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പെരുപ്പമുണ്ടായാൽ എന്താണ് അവയെ ചെയ്യുക? നാടിനെ കാടാക്കാൻ പറ്റുമോ? ഒരു പരിഹാരം വേണ്ടേ? അത് തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത്. നമ്മുടെ കാടിന് ഉൾക്കൊള്ളാവുന്ന പരിധിയിൽ നിന്നും കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് തീർച്ചയായിട്ടും അതും നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ പരിഹാരത്തിലേക്ക് എത്തുക. പിന്നെ എന്തുകൊണ്ട് കൊല്ലുന്നു എന്നുള്ള ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നടന്ന പ്രശ്നങ്ങൾ മാത്രം നമ്മൾ വിശകലനം ചെയ്താൽ എന്തുകൊണ്ട് ആനകൾ ഇത്രയും ആക്രമിച്ച് ആളുകളെ കൊന്നു എന്നുള്ളത്. അപ്പോൾ കുടിവെള്ളം തേടിയിട്ട് രാത്രി, മിക്കവാറും ഈ കൊലപാതകങ്ങളെല്ലാം നടന്നുള്ളത് രാത്രിയാണെന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. ഈ ആനകൾ പകൽ സമയത്ത് ഈ ആക്രമണത്തിന് മുതിരുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഇടപെടൽ കാടിനകത്ത് അനിയന്ത്രിതമായിട്ട് രാവും പകലും ഉണ്ട് എന്നുള്ളത് എനിക്കും അങ്ങേക്കും ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബോധ്യമുള്ള കാര്യമാണ്. വന്യമൃഗങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിക്ക് അവർ പകൽ കാടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചു കഴിയുകയും രാത്രിയാവുമ്പോൾ കുടിവെള്ളം തേടിയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ആ നിമിഷവും നമ്മൾ കാട്ടിൽ ഒന്നുകിൽ ടൂറിസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വൈരവിഹാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെ കാട്ടിൽ പോകുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതും ദിവസങ്ങളോളം തുറന്നു പോകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന അവരുടെ കുടിവെള്ളമടക്കമുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ മരിച്ചതൊന്നും ടൂറിസത്തിന് പോയി കാടിനകത്ത് കയറിയ ആളുകളല്ല എന്നുള്ളത് നമ്മൾ. യഹ്യ ഖാൻ, അടുത്തടുത്ത ദിവസങ്ങളിലാണ് 2 ആദിവാസി മനുഷ്യർ, തദ്ദേശീയരായ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. ബാലകൃഷ്ണൻ അതുപോലെ തന്നെ മാനു. ദാരുണമാണ്. അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ കുഞ്ഞുങ്ങളെ പോറ്റാൻ അവർക്കുള്ള ഭക്ഷണവുമായി വരുമ്പോൾ ഒരാൾ അച്ഛൻ്റെയും അമ്മയും നോക്കാൻ ബാധ്യതയുള്ള അവരുടെ ഏക അത്താണിയായ ഒരു മനുഷ്യൻ. സങ്കടകരമാണ് കാര്യങ്ങൾ. അവരാരും മന്ത്രി പറഞ്ഞതുപോലെ കാടിനകത്തെന്തോ പ്രത്യേക നിലയിൽ പോയതോ അല്ലെങ്കിൽ ടൂറിസത്തിന് പോയതോ വന്യജീവികളുടെ സ്വൈരവിഹാരത്തെ തടസ്സപ്പെടുത്താൻ പോയതോ ഒന്നുമല്ല. ജീവിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ പോലെ ജീവിക്കുന്ന 2 മനുഷ്യരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഈ പറയുന്ന 1972 നിയമം മാറ്റട്ടെ എന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രകാശ് മാഷും അതേപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഗുരുവായൂരപ്പനും ഒക്കെ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. വയനാട്ടിൽ ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള വന്യമൃഗ ആക്രമണങ്ങളൊക്കെ മനുഷ്യ താമസമുള്ള സ്ഥലത്ത് വനത്തിന് പുറത്തു വച്ചിട്ടാണ് നടന്നത്. അജീഷ് മരിച്ചിട്ട് 1 വർഷം പൂർത്തീകരിക്കുന്ന സമയമാണ്. അജീഷിനെ വീട് കയറിയിട്ടാണ് കാട്ടാൻ ആക്രമിച്ചത്. ടൂറിസത്തിനും ബാക്കിയുള്ള കാര്യത്തിനും പോകുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ ചർച്ചയിൽ വന്ന് പറയുന്നത് തന്നെ വലിയ മോശമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആളുകൾ പണിയിടത്തിൽ പോകുമ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ആളുകളെ മുഖത്ത് നോക്കി എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
ഇവിടെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞത് 680 കിലോമീറ്ററോളം ഫെൻസിങ് പണി തീർത്തു, വയനാട്ടിൽ 1.4 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽ ഫെൻസിങ് തീർത്തു എന്നൊക്കെ. 17,000 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വനാതിർത്തി. ആ വനാതിർത്തിയിൽ 5,000 കിലോമീറ്റർ അന്യ സംസ്ഥാനങ്ങളുമായി മാറ്റിവെച്ചാൽ ബാക്കി 12,000 കിലോമീറ്റർ വനാതിർത്തി മനുഷ്യവാസ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ 1 കിലോമീറ്റർ 1,400 റെയിൽ ഫെൻസിങ് ചെയ്തു എന്ന് ചർച്ചയിൽ പറയുമ്പോൾ എന്ത് ഒരു കാര്യമാണ് അതുകൊണ്ടുള്ളത്? ഈ കാലം അത്രയും നമ്മൾ ചെയ്തത് വെറും 680 കിലോമീറ്റർ മാത്രമാണ് ഫെൻസിങ് തീർത്തിട്ടുള്ളത്. ബാക്കി 12,000 കിലോമീറ്റർ ഇതേപോലെയാണ്. ഏത് കാലത്താണ് നമുക്ക് ഫെൻസിങ് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഫെൻസിങ് മാത്രമല്ല, ഇവിടെ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് മരിച്ചു, ഇന്നലെ മരിച്ചു, ഇതിനു മുമ്പ് മരിച്ചു. ഈ മേപ്പാടി മേഖലയിൽ 4ാമത്തെ മരണമാണ്. കുഞ്ഞവറാൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. അതിനു മുമ്പ് സഫ്ന എന്ന് പറയുന്ന ഒരു ടീച്ചർ മരിച്ചു. ഇവരൊക്കെ കാട്ടാന ആക്രമിച്ച് മരണപ്പെടുമ്പോൾ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ വന്നിട്ട് 5 ലക്ഷം രൂപ ഒരു മനുഷ്യൻ്റെ ജീവന് വില പറഞ്ഞിട്ട് അത് കൊടുത്തു പോകും. 10 ലക്ഷം പ്രഖ്യാപിക്കും. ബാക്കി 5 കിട്ടണമെങ്കിൽ ഒരുപാട് കാലം സമരവും പേപ്പർ വർക്കും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് പോയാൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇവിടെ ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന കാര്യമാണ് മുൻകാലങ്ങളിലും വികസന രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നിയന്ത്രിതമായിട്ടുള്ള വേട്ട അനുവദിക്കാതെ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. 29 ലക്ഷം ഏക്കർ വനഭൂമി ഉണ്ട് കേരളത്തിൽ. ആ 29 ലക്ഷം ഏക്കർ വനഭൂമിയിൽ ഉൾക്കൊള്ളാവുന്ന അത്ര വന്യമൃഗങ്ങളല്ല ഉള്ളത്. നമ്മുടെ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2000-ൽ നമ്മുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 5700ഓളം ആന ഉണ്ടെന്നായിരുന്നു. പക്ഷെ 2024 ആയപ്പോൾ ആ കണക്കിൽ ഒറ്റയടിക്ക് 3000 ആനകളുടെ എണ്ണം കുറച്ചിട്ടാണ് ഗവൺമെൻറ് കാണിച്ചത്. ഗവൺമെൻറ് പറഞ്ഞത് 2000-ഓളം ആന എന്നാണ്. 200-ലധികം കടുവകളുണ്ട്, 2000-ലധികം കാട്ടിപ്പോത്തുണ്ട്. അതുകൂടാതെ കരടിയും മാനും പുലിയും മറ്റുള്ള ഒരുപാട് വന്യജീവികളുണ്ട്. ഈ വന്യജീവികളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു വനഭൂമി അല്ല ഇപ്പം നമുക്കുള്ളത്. അതിന് വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുകയല്ല വേണ്ടത്. വനഭൂമിയുടെ വിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇടുക്കിയിൽ 55% വനഭൂമിയാണ്. അതേപോലെ തന്നെ വയനാട്ടിൽ 54%-ലധികം വനഭൂമിയാണ്. ഇനി വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വന്യജീവികളെ ഒന്നുകിൽ നിയന്ത്രിത വേട്ട മറ്റ് രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളെ മൃഗങ്ങൾ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള ഈ മൃഗങ്ങളെ നമ്മളൊക്കെ എതിർക്കുന്ന ഈ 1972-ലെ ഈ വൈൽഡ് ലൈഫ് ആക്റ്റിൽ പറയുന്ന സെക്ഷൻ 11-ൽ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് കൊല്ലാം. പക്ഷെ അത് കൊല്ലുന്നതിന് കുറേ കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷനുകൾ മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കും. അതിന് സാധിക്കും. ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡന് ചെയ്യാം. പക്ഷേ 2 ആളെ കൊന്നാലും ഒരു കടുവയെ കൊല്ലാൻ പാടുള്ളൂ, അല്ലെ 5 ആളുകളെ കൊന്നാലും ഒരു ആനയെ കൊല്ലാൻ പാടൂ എന്ന് പറയുന്ന ആ രീതി മാറ്റിക്കൊണ്ട് അപകടകാരികളാണെന്ന് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ആനകളെ കൊല്ലണം. ഈ നമ്മൾ വാർത്തയാകുന്ന ആന കടുവ പോലത്തെ കാര്യങ്ങളാണ് വാർത്തയാവുന്നത്. നിത്യേന എന്നോണം നമ്മുടെ നാട്ടിൽ പാമ്പ് കടിയേറ്റിട്ടും അതേപോലെ തന്നെ പന്നി ഇടിച്ചിട്ടൊക്കെ നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. വാഹനാപകടം ഇപ്പോൾ ഈ വർഷം ചാനലിൽ പോലും പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നേരത്തെ നടന്ന യോഗത്തിന്റെ പത്രക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. 10 മിഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് വനം വകുപ്പ്. അതിൽ കിഫയുടെ പ്രതിനിധി ശ്രീ പോൾ മാത്യൂസ് കിഫ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം വിസ്ത ക്ലിയറൻസ് ആയിരുന്നു. അതടക്കം ഇപ്പോൾ എന്തായാലും ഇന്ന് ചേർന്ന ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ വനം മേധാവിയും അടക്കം പങ്കെടുത്ത യോഗത്തിലുള്ള പല തീരുമാനങ്ങളുണ്ട്. അതിലൊരു തീരുമാനം അടിയന്തരമായി അടിക്കാടുകൾ നീക്കം ചെയ്ത് വിസ്ത ക്ലിയറൻസ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ 10 മിഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കാനുള്ള പ്രപ്പോസലൊക്കെ ആയിട്ടുണ്ട്. എപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നു ശ്രീ പോൾ മാത്യൂസ്? തീർച്ചയായിട്ടും അവരുടെ മീറ്റിംഗിൽ നിന്ന് വിസ്ത ക്ലിയറൻസ് ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ചെയ്യാൻ അവർ പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വിസ്ത ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 100 മീറ്ററോളം ദൂരം അടിക്കാടുകൾ മാത്രമല്ല മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടി വിസിബിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ വേണം വിസ്ത ക്ലിയറൻസ് ചെയ്യാൻ. എന്നിട്ട് ഈ ആന ഇലക്ട്രിക് ഫെൻസോ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ കൃത്യമായിട്ട് മൊത്തം വെളുപ്പിച്ചാലോ?
അപ്പൊ ക്ലിയറായി. മിസ്റ്റർ ഗുരുവായൂരപ്പൻ, നിങ്ങൾ മിസ്റ്റർ ഗുരുവായൂരപ്പൻ, നിങ്ങൾ അല്പം സെൻസോട് കൂടി പറയണം എന്നാണ് എനിക്ക്. അഭിലാഷ, എനിക്ക് സമയം തരണം. അഭിലാഷ, നീതി കാണിക്കണം. ഇതുപോലെ പറയാനുള്ള അവസരം തരണം. കാരണം ഗുരുവായൂരപ്പൻ ഇതിനു മുമ്പിൽ പറഞ്ഞത് വന്യമൃഗങ്ങളെ മുഴുവൻ കൊല്ലാൻ കിഫയും ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ യാതൊന്നും കിഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വന്യമൃഗങ്ങളെ മുഴുവൻ കൊല്ലണം എന്ന് ആരും ആവശ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ചെയ്യുന്നത് ഇതിനെ ഒരു എക്സ്ട്രീം പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ ചെയ്യുന്നത്. അത് നമുക്ക് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പൊ വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം, അല്ലാണ്ട് 100 മീറ്റർ വനം വെട്ടുമ്പോൾ വനം മുഴുവൻ വെട്ടിത്തെളിക്കണം എന്നൊക്കെയാണ് ഗുരുവായൂരപ്പൻ മനസ്സിലാക്കിയത് എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ തിരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിവരം വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വിസ്ത ക്ലിയറൻസ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത്. അതായത് വനം വകുപ്പിനെ തന്നെ ഓഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അവർ ഇൻസ്പെക്ട് ചെയ്തു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അവിടെ കണ്ടത് 15 ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അതിൽ വെറും 2 സ്ഥലത്ത് മാത്രമാണ് ഈ ഇലക്ട്രിക് ഫെൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥലത്തും ചാർജ് ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്തും ഈ അടിയിൽ നിന്ന് ഈ ക്രീപ്പേഴ്സ് ഒക്കെ വന്നിട്ട് അതിന്റെ ചാർജ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ വിസ്ത ക്ലിയറൻസ് മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം? അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികളുടെ എണ്ണം കൂടുന്നതാണ്. വന്യജീവികളുടെ എണ്ണം കൂടുമ്പോൾ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് നമുക്കൊരു ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ഉണ്ട്. ഷോർട്ട് ടേം സ്ട്രാറ്റജി തന്നെ നിയമം അനുവദിക്കുന്ന പല സ്ട്രാറ്റജികളുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 12B സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയ ഒരെണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ സയന്റിഫിക് മാനേജ്മെന്റ് പ്രകാരം നമ്മളുടെ വനത്തിലുള്ള മൃഗങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇതിന്റെ ബേസിസിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെയുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും കടുവകളുടെ എണ്ണം വളരെ കുറവാണ്. പല ടൈഗർ സാങ്ച്വറിയിലും കടുവകൾ 1 or 2 മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് തീർച്ചയായിട്ടും ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് NTCയുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലുള്ള കടുവകളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിക്കും. വയനാട്ടില് കണക്ക് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് 84 കടുവകളാണ് ഉള്ളത് എന്നാണ്. അത് തെറ്റായ കണക്കാണ്. കാരണം അതിനുശേഷം പിടിച്ച കടുവകളൊന്നും ഇവരുടെ ഡേറ്റാബേസിൽ ഇല്ലാത്ത കടുവകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ കൂടുതലുണ്ട്. 400 സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമാണ് അവർ സർവേ ചെയ്തിട്ടുള്ളത്. ഈ മേപ്പാടി പരിസരത്തൊന്നും സർവേ ചെയ്തിട്ടുമില്ല. അപ്പൊ അതായത് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അത് NTCയെ പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് ഒരു കടുവയ്ക്ക് ഏതാണ്ട് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. അപ്പോൾ ഇതിൽ കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് കടുവകൾ കുറച്ചുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാം. അതിന് പ്രകാശൻ മാസ്റ്റർ പറയുന്നത് പോലെ ഒരു ഭേദഗതിയുടെയും ആവശ്യമില്ല, നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ വയനാട്ടിൽ ഒരു ടൈഗർ സഫാരി പാർക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ തായ്ലാന്റ് മോഡൽ ആന സഫാരി പാർക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു നിയമത്തിന്റെയും വ്യത്യാസം ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ പറയും വന്യജീവി സംരക്ഷണ നിയമം മോഡിഫൈ ചെയ്യാണ്ട് ഞങ്ങൾക്ക് യാതൊന്നും സാധിക്കില്ല എന്ന് പറയും. പാർലമെന്റിലെ MP-മാര് ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് വനമന്ത്രി പറയും വനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല മുഴുവൻ കേരള സർക്കാരിനാണ്, നിങ്ങൾക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം എന്ന് പറയും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒരു ടഗ് ഓഫ് വാറിൽ നിന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇനി ഇപ്പൊ വേറെ 2-3 വസ്തുക്കളിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, മന്ത്രി പറഞ്ഞല്ലോ വനത്തിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതാണ് പ്രശ്നമെന്ന്. 2022-23 ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുണ്ട്. അതിൽ വനത്തിലേക്ക് കയറി എന്ന നിലയിൽ 30 കേസുകൾ മാത്രമേ കേരളത്തിൽ ചാർജ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ 231 കേസുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വനത്തിലേക്ക് ആളുകൾ കയറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്സാരവൽക്കരാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇനി ഇതിന്റെ ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്യജീവി സംരക്ഷണം മോഡിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കുരങ്ങിനെ സ്കെഡ്യൂൾ 1 നിന്ന് സ്കെഡ്യൂൾ 2 മാറ്റണം. പക്ഷെ ഷോർട്ട് ടേം സൊല്യൂഷൻസ് ഇല്ലേ? പ്രകാശ് മാസ്റ്റർ ഇല്ലേ പറഞ്ഞു? പ്രകാശ് മാസ്റ്റർ കുറച്ചു മുമ്പ് പറഞ്ഞു കേരള സംസ്ഥാനത്തിന് യാതൊരു അധികാരവുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാധയെ കടുവ കൊന്നപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിയമപ്രകാരം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെയാണ് കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? അതിവിടെ പോയി. അതുപോലെ തന്നെ പഴയ CRPC 133(1)F അല്ലെങ്കിൽ പുതിയ BNS 122(1)F പ്രകാരം ജില്ല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പോലും അപകടകാരിയായ മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ സാധിക്കും. അപ്പോ തീർച്ചയായിട്ടും വന്യജീവി സംരക്ഷണം വഴി
വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഡെലിഗേറ്റിനോ കുറച്ചുകൂടെ പവർ കൊടുക്കണം എന്നുള്ളത് ശരി തന്നെ, അത് നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷേ ഈ ടഗ് ഓഫ് വാറിൽ നിന്ന് സംരക്ഷണം മോഡിഫൈ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും കൈ കഴുകലാണ് എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. ഓക്കെ, ഫൈൻ, ശരി. ശ്രീ സംഷാദ് ഹുസൈൻ, എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ കാടുകളിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളത്തിന്റെ അഭാവം മൃഗങ്ങളെ വലയ്ക്കുന്നുണ്ട്. കാടിനുള്ളിൽ കാടിന്റെ ആവാസ വ്യവസ്ഥ തകർന്നതുകൊണ്ട്, ഇത് ചൂടുകാലമാണ്, കാട്ടിൽ ചൂടുയർന്നത് കൊണ്ട് തണുപ്പ് തേടി വരുന്ന മൃഗങ്ങളുണ്ട്. ഇങ്ങനെ പിന്നെ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ കടുവയൊക്കെ ആണെങ്കിൽ അതിന്റെ വളരെ യുണീക്കായിട്ടുള്ള ടെറിട്ടറിയിൽ മാത്രമേ അത് താമസിക്കൂ. അതിന്റെ കേന്ദ്രത്തിലേക്ക് വേറൊരു കടുവ എൻ്റർ ചെയ്ത് അതിനെ തോപ്പിച്ച് അത് തിരികെ വേറെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയുള്ള 100,000 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാതെ എളുപ്പം ഇപ്പോൾ നിങ്ങളുടെ മലയോര ജാഥയിൽ പ്രധാനമായും പന്നിയെ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെച്ച് കൊല്ലം തിന്നണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെച്ച് തിന്നുക പോലെയുള്ള ഈസി ആയിട്ടുള്ള വെറും വാചാടോപങ്ങൾക്ക് അപ്പുറത്ത് ഗൗരവമുള്ള വിഷയങ്ങൾ ഇതിനകത്തില്ലേ? ഈ പ്രകാശം മാഷും മറ്റുള്ള പാനലിസ്റ്റുകളും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടിൽ നിന്നും ആ നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ വളരെ വലിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. അത് ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഇതുവരെ വയനാട്ടിൽ കാണാത്ത കരടി, പുലി ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാടിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ അഭിലാഷ് ഇപ്പോൾ 10 മിഷൻ വായിക്കുന്ന കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. കാരണം ഇതേ മിഷൻ അഭിലാഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലൊരു ഇൻസിഡൻ്റ് ആയിരുന്നു, പ്രഖ്യാപിച്ചതാണ്. വനം വകുപ്പിനെ ആധുനികവൽക്കരിക്കും, വനം വകുപ്പിന് അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങി നൽകുമെന്ന് പറഞ്ഞതാണ്. അതിന് ഇന്നൊരു മിഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരുന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി അവസാനിച്ചു. ഇനി അടുത്ത ഇൻസിഡൻറ്റിൽ അടുത്ത പ്രഖ്യാപനവുമായി വനം വകുപ്പ് മന്ത്രി വരുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനുമില്ല. അദ്ദേഹം കാലം കഴിച്ച് ഈ ഭരണം പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ധാരാളമായി പുറത്തു വരുന്നുണ്ട്. കാടിൻ്റെ യഥാർത്ഥ ജൈവിക അവസ്ഥ തകർന്നിട്ടുണ്ട്. ആ തകർന്നത് എങ്ങനെ തിരിച്ച് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു സാധ്യതയെ ഉപയോഗിക്കാം. കാരണം അവിടെ ചെടി നട്ട് മരങ്ങൾ നട്ട് വളർത്തി 3 കൊല്ലം പരിപാലിക്കാൻ തൊഴിലുറപ്പിൽ പറ്റും. പക്ഷേ അതിന് ഫോറസ്റ്റിൻ്റെ അനുമതി മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വിസ്ത ക്ലിയറൻസ്, എനിക്ക് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 50 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുന്നത്. അഭിലാഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അജീഷിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷമാണ് വന്യമൃഗ ആക്രമണങ്ങളെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. ആ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് ആദ്യമായി പണം അനുവദിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എവിടെയായിരുന്നു? അജീഷിൻ്റെ മരണം കഴിഞ്ഞ് രാധയുടെ മരണം സംഭവിക്കുന്നു, പോളിൻ്റെ മരണം സംഭവിക്കുന്നു, അങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ വയനാട്ടിൽ മാത്രം, അതിനപ്പുറത്ത് ഇടുക്കിയിലും മറ്റും കാഞ്ഞിരപ്പള്ളിയിലടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് എന്ത് രീതിയിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്? ഇന്ന് ആദ്യമായി 50 ലക്ഷം രൂപ, അത് മതിയോ ആ പ്രശ്നം പരിഹരിക്കാൻ? ഇവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഉയർത്താൻ പറ്റിയിട്ടുണ്ടോ? ഇവർക്ക് എടുക്കുന്ന പ്രിക്കോഷൻ ഉയർത്താൻ സംസ്ഥാന സർക്കാരിന് പൈസ കൊടുക്കാൻ പറ്റും? പറ്റുന്നില്ല, വെറുതെ പ്രഖ്യാപിച്ചു പോവുകയാണ്. പക്ഷെ ഇത് കാടും നാടും വേർതിരിക്കണം, കാടിനെ ജൈവികമായി തിരിച്ചു പിടിക്കണം. ഇതിന് വരുമാനമില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. വരുമാനമുണ്ട്. ഈ കാട്ടിൽ നിന്നും മുറിച്ചു മാറ്റുന്ന തേക്ക് ലേലം ചെയ്യുന്നതിൻ്റെ തുക അഭിലാഷ് കണക്കെടുത്തോ? നിലമ്പൂരിൽ ഒരു തേക്ക് ലേലം ചെയ്ത് മാത്രം 20 കോടി രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ അത്രയും വരുമാനം വനം വകുപ്പിന് കിട്ടുന്നത് വനം വകുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഈ പറയുന്ന മന്ത്രി ഈ ബഡ്ജറ്റിൽ വാങ്ങിയെടുത്തത് ആകെ 70 കോടി രൂപയായിട്ടാണ് വയനാട് മൊത്തം വന്യമൃഗശല്യം പരിഹരിക്കാൻ. ഒരു പ്രയോറിറ്റി ഇതിനകത്തില്ല, മലയോര മേഖലയിലില്ല. പിന്നെ ഗുരുവായൂരപ്പൻ പറഞ്ഞതുപോലെ കണക്ക് നിവർത്തിച്ച് എണ്ണം കുറഞ്ഞു എണ്ണം കൂടി എന്നും പ്രകാശ് മാസ്റ്റർ അതിനേക്കാൾ വിപുലമായ വാദ നടത്തിയത് ബംഗാളിലും ആസാമിലും ഒക്കെ. ഇവിടെ ആളുകൾ ബംഗാളിലെ ആസാമിലും അത്ര മരിച്ചിട്ടില്ല, അതൊരു കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളങ്ങനെ മരിക്കണം എന്നാണോ? ഇത് പ്രകാശ് മാഷ്ക്ക് പറയാൻ വളരെ എളുപ്പം. ഞങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പോലും അന്തസ്സോടുകൂടി മരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പാതി ഭക്ഷിച്ച ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോയി കുടുംബത്തിന് മുമ്പ് കൊണ്ടുപോയി വെക്കുകയാണ്. തലയില്ലാത്ത ശരീരം, ഉടലില്ലാത്ത ശരീരം, എന്നിട്ടൊരു ഫോട്ടോ ശവപ്പെട്ടിയുടെ മേലെ വെച്ചിട്ടാണ് അന്തിമോപചാരം വയനാട്ടിൽ അർപ്പിക്കുന്നത്. അപ്പോഴേക്കും ഫോറസ്റ്റിൻ്റെ ആളുകൾ വരും, ആദ്യത്തെ ഗഡു 5 ലക്ഷം തരും, പിന്നെ ലീഗൽ ഹാർഡ്ഷിപ്പ് കിട്ടിയാൽ ബാക്കി 5 ലക്ഷം രൂപ തരും, എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇത് കണ്ട് മടുത്തു ആ ജനത. അവർക്കൊരു പരിമിതി ഉണ്ട് ഇത് കാണുന്നതിന്, ഇത് അനുഭവിക്കപ്പെടുന്നതിന്. ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വനം വകുപ്പിനോടൊപ്പം ജനങ്ങൾ നിൽക്കും. എന്തുകൊണ്ടാണ് വനം വകുപ്പിനോടൊപ്പം നിൽക്കാത്തത്? ഇന്നലെ കാപ്പാട് മനു അനുസരിച്ച സമയം മരിച്ചു, അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ വരുമ്പോൾ ജനം പറഞ്ഞ എന്താ മറുപടി? പ്രകാശ് മാഷ് കണ്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെ വൈൽഡ് ലൈഫ് വാർഡന് പഞ്ചായത്ത് പ്രസിഡന്റ് 8 തവണ കത്തെഴുതി, പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിൽ ഒന്ന് പങ്കെടുക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്ന പ്രയാസമൊന്ന് കേൾക്കണം. അതിന് മറുപടി പോലും കൊടുത്തിട്ടില്ല. അത് ആ മനുഷ്യൻ എന്നിട്ട് വനം വകുപ്പ് മന്ത്രി ഇരിക്കുന്ന മീറ്റിങ്ങിൽ പോയിട്ട് പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന്. അദ്ദേഹത്തിന് താമ്രപത്രം കൊടുക്കുക വനം വകുപ്പ് മന്ത്രി.
അപ്പോൾ പഞ്ചായത്ത് വിളിച്ച് യോഗത്തിൽ പോകാത്ത ഒരാൾ ഒരു മാസമായി, യഹിയ ആ പ്രദേശത്തുകാരനാണല്ലോ, ഒരു മാസമായി തെങ്ങും കവുങ്ങും സകല കൃഷിയിടവും നശിപ്പിച്ചു. അവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്ത് പുത്തുമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഫോറസ്റ്റുകാർ ഇരിക്കുന്നുണ്ട്. അവർ ആന ഓടിക്കാൻ പോയോ? പിന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ അവർ എന്തെടുത്തിട്ട് ഓടിക്കാൻ പോകണം? ഓലപ്പടക്കം. അവർക്ക് എത്ര കാലമായി നിങ്ങൾ ഈ മെഷീൻസ് വാങ്ങിക്കൊടുക്കും, അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു? ഒന്നും ചെയ്തിട്ടില്ല. ഇനി സർക്കാരിൻ്റെ വികലമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റീബിൽഡ് കേരള എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കാട്ടിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് സ്വയം സന്നദ്ധ പുനരധിവാസം. ആ ഉത്തരവ് പ്രകാശ് മാഷ് ഒന്ന് വായിക്കണം. അതിനകത്ത് ജനറൽ വിഭാഗത്തെ മാത്രമേ കാട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയൂ. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആരൊഴിപ്പിക്കും? അവിടെ ഈ മനു മരിച്ച സ്ഥലത്ത് 3 വീട്ടിൽ 6 കുടുംബമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലമായി അവർ ഒഴിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആ 3 വീടിനെ ഒഴിപ്പിച്ച് 6 കുടുംബത്തെ മാറ്റിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ മരിക്കില്ലായിരുന്നു. അത് റീബിൽഡ് കേരളയിൽ ഞങ്ങൾ കത്ത് കൊടുത്തല്ലോ വനം വകുപ്പ് മന്ത്രിക്ക്. എന്താ അദ്ദേഹം തീരുമാനം എടുക്കാത്തത്? ഇനി അതിൽ 1ാം ഗഡു കൊടുത്തു. 124 പേർ വയനാട് ജില്ലയിൽ നിന്നും കാട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. 1ാം ഗഡു കൊടുത്തു. 2ാം ഗഡു കിട്ടുക രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയിട്ടാ. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയാൽ പൈസ കിട്ടാതിരിക്കുക. പണം കൊടുത്തിട്ടില്ല ധനവകുപ്പ്. എന്നിട്ട് പറയാ വയനാട്ടിലെല്ലാം ചെയ്തു തന്നു. ശരി, അതാണ് ശ്രീ പ്രകാശ് മാസ്റ്റർ. പ്രവചിക്കപ്പെട്ട ഒരു മരണത്തിന്റെ പുരാവൃത്തം എന്ന് പറഞ്ഞ മാർക്കേസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മരണങ്ങളൊക്കെ പ്രവചിക്കപ്പെട്ട മരണമാണ്. മരിച്ച സോഫിയ തന്നെ എന്നെ ഉടനെ വന്യജീവികൾ കൊല്ലും എന്ന് വീഡിയോയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ മനുഷ്യരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആനയുടെയോ കടുവയുടെയോ ആക്രമണത്താൽ മരിക്കും എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വരുന്നത്. ഇപ്പോൾ ജനങ്ങൾ സ്വമേധയാ തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വിസ്ത പദ്ധതി, വിസ്ത ക്ലിയറൻസ് ഒക്കെ പ്രഖ്യാപിക്കുന്നു. ഇതിനൊക്കെ കൃത്യമായ പ്രയോറിറ്റി ഉണ്ടാവുകയും പണം അനുവദിക്കുകയും അതൊക്കെ നടപ്പാക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ വനം വകുപ്പിനെ കുറിച്ച് ഈ മനുഷ്യരൊക്കെ വെറുതെ ഇപ്പോൾ നിങ്ങളുടെ സർക്കാരിനോടുള്ള എന്തെങ്കിലും കിറവ് കൊണ്ട് പറയുന്നതാണെന്നാണോ വിചാരിക്കുന്നത്? ഇവിടെ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തോ ഈ മരിച്ചതിനെ ഒരു കാര്യവും അതിലൊരു ദുഃഖവും രേഖപ്പെടുത്താത്ത നിലക്കാണ് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ ഈ കഴിഞ്ഞൊരു 4 കൊല്ലക്കാലം കൊല്ലപ്പെട്ടിട്ടുള്ള മിക്കവാറും എല്ലാ വീടുകളിലും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ ഡൽഹി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിരവധി സമരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് കൃഷിക്കാരൻ്റെ ദുഃഖം നല്ലതുപോലെ അറിയാം. കൃഷിക്കാരൻ ജീവൻ കയ്യിലെടുത്തുകൊണ്ടാണ് വനപ്രദേശങ്ങളിൽ ജീവിക്കുന്നത് എന്നുള്ളത് മറ്റാരെക്കാളും അറിയുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഇത് പരിഹരിക്കുന്ന കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായി വേണ്ടത്? ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊന്നും ന്യായീകരിക്കാൻ ഞങ്ങളില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തോക്ക് കൊടുത്തു എന്ന് വെക്കുക. ഞാൻ ചോദിക്കട്ടെ, തോക്ക് കൊണ്ട് വെടിവെക്കാൻ ഏത് ഉദ്യോഗസ്ഥനാണ് ഈ കേരളത്തിൽ കഴിയുക? 2018 നവംബർ മാസം 2-നാണ് മഹാരാഷ്ട്രയിൽ പണ്ഡർഗൗണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് 13 പേരെ കൊന്ന ഒരു കടുവയെ ഷൂട്ടർ സൈറ്റ് ഉത്തരവിട്ടത് അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. അദ്ദേഹം ഇപ്പോഴും അവിടെ മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ നാഗ്പൂർ പിന്നെ കോടതിയിൽ കേസ് നടത്തുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടാൽ വളരെ എളുപ്പത്തിൽ ഇതിനെ കൊല്ലാം, ഒരു പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർവീസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പറയാം. ആദ്യം 6 അംഗ സമിതി രൂപീകരിക്കണം, ക്യാമറ വെച്ച് പരിശോധിക്കണം, പിന്നെ പരിക്കിന് വിശദാംശം പരിശോധിക്കണം. ഇത് ഉറപ്പായാൽ ഓട്ടോമാറ്റിക് അതിനുള്ള കെണി വെക്കണം, അതിന് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കണം, വന്യമൃഗത്തിൻ്റെ ചലനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഇംപ്രസർ പാഡ് സ്ഥാപിക്കണം, സ്ഥലത്ത് 140 ആൾ പ്രഖ്യാപിക്കണം, തുടർച്ചയായി കെണിവെച്ച് എന്നിട്ട് മയക്കുവെടി വെച്ചിട്ട് മാത്രമേ അതിന് പിടിക്കാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മയക്കുവെടി വെച്ചിരിക്കുന്ന ഈ ജീവി ആരോഗ്യമുള്ളതാണെങ്കിൽ കാട്ടിൽ വിടണം. സ്ഥിരമായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ജീവിയെ മാത്രമേ കൊല്ലാൻ അധികാരമുള്ളൂ. ആർക്കധികാരം? ഇവിടെ പറഞ്ഞല്ലോ, കൊല്ലാൻ തീരുമാനിക്കുക. ആർക്കധികാരമുള്ളത്? നിലവിലുള്ള നിയമം, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റിൽ അധികാരമുള്ള ഒറ്റ ഉദ്യോഗസ്ഥരേ ഉള്ളൂ, സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് വാർഡൻ. അദ്ദേഹത്തിന് ഈ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ബാധകമാണ്. അത് വെച്ചുകൊണ്ട് എങ്ങനെയാ ഇപ്പോൾ കഴിഞ്ഞ കടുവയെ കൊല്ലാൻ ഉത്തരവിട്ടു, പക്ഷേ കൊല്ലുകയാണ് ഉണ്ടായത്. നമ്മളെല്ലാം കണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, ഇതിൽ തീർച്ചയായിട്ടും വന്യജീവികളുടെ എണ്ണം പെരുകുമ്പോൾ കള്ളിങ് നടത്താൻ വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥകളൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിയില്ല. പിന്നെ സ്റ്റേറ്റിന് ഇതിനെ നിയമം കഴിയില്ല. കാരണം ഇത് ഭരണഘടന ഷെഡ്യൂൾ, പ്രത്യേക ഷെഡ്യൂൾപ്പെട്ട നിയമമാണ്. സ്റ്റേറ്റുകൾക്ക് ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. കള്ളിങ് നടത്താൻ കേന്ദ്ര നിയമം പാസ്സാക്കണം, സന്നദ്ധമല്ല. അതുപോലെ വർമ്മിനായി പ്രഖ്യാപിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അധികാരം കൊടുക്കണം, ജില്ലാ വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം കൊടുക്കണം. കാരണം ഈ ക്ഷുദ്രജീവി ഏതാണെന്ന് ഓരോ പ്രദേശത്ത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് കുരങ്ങ് ക്ഷുദ്രജീവിയാണ്, ചില സ്ഥലത്ത് മയിൽ ക്ഷുദ്രജീവിയാണ്, ചില സ്ഥലത്ത് കാട്ടുപന്നിയാണ്, ചില സ്ഥലത്ത് ആനയാണ്, ചില സ്ഥലത്ത് സിംഹമാണ്, ചില സ്ഥലത്ത് കടുവയാണ്. അതിനെ കൊല്ലാൻ ഇന്ന് ആർക്കും അധികാരമില്ല. അതിന് അധികാരം വേണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഫെൻസിങ്ങും ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് നോക്കുക. വനത്തെയും അതുപോലെ മനുഷ്യ ആവാസ കേന്ദ്രങ്ങളെയും വേർതിരിക്കാൻ കൃത്യമായിട്ട് തരംതിരിവുണ്ടായി. എന്നാൽ ജീവികൾ കടന്നു വരില്ലേ? കടന്നു വരും. നമ്മുടെ അനുഭവമാണ്.
ഇപ്പോൾ ശിവദാസൻ MP ഈ വിഷയം സംബന്ധിച്ച് ഉന്നയിച്ച പ്രമേയത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം 30 പേര് കൊല്ലപ്പെടുകയാണ്. എല്ലാവർക്കും കേരളത്തിലൊന്നല്ല കൊല്ലപ്പെടുന്നത്. 30 പേര് കൊല്ലപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ മറ്റൊരു മനുഷ്യൻ വന്നാൽ അയാൾക്ക് കൊന്നു കഴിഞ്ഞാൽ അത് കൊലപാതക കുറ്റമല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൊലപാതകമായിട്ട് പരിഗണിക്കൂ. പക്ഷേ മൃഗത്തെ കൊന്നാൽ ഇപ്പോൾ 2023 നരേന്ദ്രമോദി ഗവൺമെന്റ് ആണല്ലോ ഈ നിയമം കുറെ കൂടി കർശനമാക്കിയത്. അതിൽ കുറ്റം ഒരുപാട് വർദ്ധിപ്പിച്ചു. അതുപോലെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 ജീവികൾ ഉൾപ്പെടുത്തി. ഷെഡ്യൂൾ 1 ജീവിയെ ആർക്കും ഇന്ത്യയെ കൊല്ലാൻ പാടില്ല. ഷെഡ്യൂൾ 2B ജീവിയെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അതല്ലേ ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ. ഈ വ്യവസ്ഥ മാറ്റാതെ മൗലികമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ പരിസ്ഥിതിയെ വലിയ സ്നേഹിക്കുന്ന ആളുകൾ, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണ്, വന്യജീവികൾ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഞങ്ങൾക്കറിയാം വന്യജീവികളില്ലാതെ മനുഷ്യനില്ല. അതിപ്പോൾ പരിസ്ഥിതിവാദികൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ മനുഷ്യനും പരിസ്ഥിതിയുടെ ഭാഗമാണെന്ന് കണ്ട് അവരെ കൂടി രക്ഷിക്കാൻ വേണ്ടി പറ്റാവുന്ന രൂപത്തിൽ നിയമം വേണം. അതുണ്ടാക്കാൻ കേന്ദ്രം സന്നദ്ധമല്ല. കേരള നിയമസഭ ഐകകണ്ഠ്യേന ആവശ്യപ്പെട്ടു, കേന്ദ്ര സന്നദ്ധമാവുന്നില്ല. അതിനെപ്പറ്റി ഒരക്ഷരം പറയില്ല. ഇവിടെ പാട്ടുപാടിയ വനമന്ത്രി എന്ന് പറയാനാണ് താല്പര്യം. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയും, കഴിഞ്ഞ 8 കൊല്ലക്കാലമുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിലെ ചരിത്രത്തിൽ ഇടപെട്ട ഗവൺമെന്റാണ്. ഒരു സംശയം അവിടെ കാര്യമില്ല. ചർച്ചയിലേക്ക് വേണം ശ്രീ ഗുരുവായൂരപ്പൻ. വളരെ ദുരന്ത മുനമ്പിൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള അവസ്ഥയാണ് മനുഷ്യർ വയനാട്ടിൽ മാത്രമല്ല എല്ലാ ജില്ലകളുടെയും മലയോര മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ അമിതമായി റൊമാൻറ്റിസൈസ് ചെയ്ത് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് പരിഹാരമാവുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ ഈ വിസ്ത ക്ലിയറൻസ് പദ്ധതി എന്ന് പറയുന്നത് കാട് മുഴുവൻ വെട്ടിത്തെളിക്കുക എന്നുള്ളതൊന്നുമല്ല, കാടും നാടും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാടിനും നാടിനും ഇടയ്ക്കുള്ള ഭാഗത്ത് അടിക്കാടുകളും മരങ്ങളും ഒക്കെ വെട്ടിത്തെളിച്ച് അവിടെ ശരിക്കും ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാക്കുക, അവിടെ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങളാണ് തുടർന്ന് കിഫ പോലെയുള്ള സംഘടനകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കാട്ടിൽ മൃഗങ്ങൾക്ക് കഴിയാനാവണം, ആ മൃഗങ്ങളെ പേടിക്കാതെ നാട്ടിൽ ജനങ്ങൾക്കും കഴിയാനാകണം എന്നുള്ള നിലയിലല്ലേ ഈ വിഷയം പരിഹരിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ജനങ്ങളും കാടും രണ്ടും ഒരുമിച്ച് നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളും പറയുന്നത്. പിന്നെ ഈ വിസ്ത ലൈൻ ക്ലിയറൻസ് ആൾറെഡി വനം വകുപ്പ് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഞാൻ വനം വകുപ്പ് തന്നെയാണല്ലോ ജോലി ചെയ്തത്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. പക്ഷേ ഈ 100 മീറ്റർ ദൂരത്തേക്ക് അടിക്കാട് വെട്ടിത്തെളിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ പോൾ മാത്യു അദ്ദേഹം പറയുന്നത് മരം അതുപോലെ നിൽക്കട്ടെ, അടിക്കാട് മാത്രം വെട്ടിത്തെളിച്ചാൽ മതിയെന്ന്. ഈ ആനയും മറ്റു മാനുകളെല്ലാം ഭക്ഷിക്കുന്ന ഈ അടിക്കാടാണ്, അല്ലാതെ മരത്തിന് മുകളിലുള്ള ഇലയൊന്നല്ല ആന പോയിട്ട് വലിച്ച് തിന്നുന്നത്. ഒരു കോമൺ സെൻസ് വെച്ചിട്ടൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അങ്ങക്ക് പിന്നെ പഠിച്ച് എല്ലാം പൂർണ്ണമായിട്ട് സർട്ടിഫിക്കറ്റും ഡിഗ്രിയൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയല്ലേ. മാറി നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിസ്ത ക്ലിയറൻസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് മാറി നിൽക്കാനല്ല, അതിന്റെ തൊട്ടടുത്ത ആനകൾ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കണം. അതിനാണ് അടിക്കാടുകളെല്ലാം വെട്ടി. ശരി, അങ്ങയുടെ ക്ലാസ് എനിക്ക് ആവശ്യമില്ല. വിസ്ത ക്ലിയറൻസ് എന്താണെന്ന് അങ്ങ് എന്നെ പഠിപ്പിക്കണ്ട. വിസ്ത ക്ലിയറൻസ് വെച്ചാൽ വന്യജീവികൾ അവിടെ നിൽക്കുന്നത് ആളുകൾക്ക് കാണാൻ സാധിക്കണം, അതാണ്. അല്ലാതെ ആന ഇങ്ങോട്ട് വരാതിരിക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? ഓക്കെ. അതായത് നോക്കൂ അഭിലാഷ്, ഞാൻ സീരിയസ് ആയിട്ട് കാര്യത്തിലേക്ക് വരികയാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ എത്തണം. അതായത് നമ്മൾ സെന്റിമെന്റലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വന്യജീവികൾ എന്തുകൊണ്ട് കാടിറങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ കാടിറങ്ങി ആളുകളെ കൊല്ലുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ 100% അത് ആദ്യമേ തന്നെ അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പോലും കൊല്ലപ്പെടരുതെന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നോക്ക്, നമ്മൾ വന്യമൃഗങ്ങൾ കാടിറങ്ങി വരാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് മനുഷ്യരും അങ്ങോട്ട് പോകാൻ പാടില്ല. അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? നോക്ക്, നമ്മൾ അവിടെ നിന്ന് വെള്ളം മുഴുവൻ എടുക്കുന്നു, അവിടുത്തെ ചപ്പുചവറുകൾ എടുക്കുന്നു, കന്നുകാലികൾ വിട്ട് മേയ്ക്കുന്നു. അവിടെ നമ്മൾ രാത്രി കഴിഞ്ഞ ഒരു 2 മാസത്തിനകം കൊല്ലപ്പെട്ട 7 പേർ ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവർ വനവിഭവങ്ങൾ ശേഖരിച്ചും, ആദിവാസി വനാവകാശ നിയമം എന്ന നിയമം ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും വനത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെ കാട്ടിനകത്ത് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അകത്തല്ല, എല്ലാം പുറത്താണ് മരിച്ചത്. അല്ല, 100% ഞാൻ അങ്ങ് പറഞ്ഞോട് യോജിക്കുന്നു. പ്ലീസ് ഒരു മിനിറ്റ് സമയം തരൂ. ഞാൻ വയനാട് ജില്ലയിലെ കാട്ടിലെ ആദിവാസികളെയും മറ്റുള്ളവരെയും മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതി എഴുതാനായിട്ട് ചുമതലപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് ഞാൻ. അവിടെ നമ്മൾ ഈ ആദിവാസികളെ ആളുകളായിട്ട് സംസാരിച്ച സമയത്തും അവിടെ പോയി ഫീൽഡിൽ പഠനം നടത്തിയ സമയത്ത് ബോധ്യപ്പെട്ടത് തദ്ദേശവാസികളായിട്ടുള്ള ട്രൈബ്സിന് കാടിൽ തന്നെ നിലനിൽക്കാനാണ് താല്പര്യം. അവരെ പുറത്തു കൊണ്ടുവന്നാൽ പിന്നെ അവരുടെ ജീവിതം അതോടുകൂടി തീർന്നു.
അവർക്ക് പുറം ലോകമായിട്ട് പുറത്തുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് അവിടെ തന്നെ നിലനിൽക്കണമെന്നാണ്. അതേസമയം കാടും നാടുമായിട്ട് അവിടുത്തെ ആളുകൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോഴാണ് ആ കുടുംബം വന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറാണ്. അങ്ങനെ സ്വയം സന്നദ്ധ പുനരധിവാസം എന്നാണ്. അവർ തയ്യാറായാൽ അവരെ മാറ്റാൻ പറ്റൂ. അങ്ങനെയുള്ള ആളുകൾ ഞാൻ അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. സ്വയം സന്നദ്ധ റീലൊക്കേഷൻ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് അവർ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കുന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ പറഞ്ഞു വന്നത്, നോക്ക്, നമ്മൾ ഏകപക്ഷീയമായിട്ടാണ് എല്ലാം സംസാരിക്കുന്നത്. വന്യജീവികൾ ആക്രമിച്ചാൽ മാത്രം ഒരു പ്രത്യേക പരിഗണനയും, അല്ലാത്ത രീതിക്ക് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചർച്ചയാവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിന് വന്യജീവി സംരക്ഷണ നിയമത്തെ നമ്മൾ കുറ്റം പറയുന്നത്. പിന്നെ നോക്ക്, ഒരു മനുഷ്യന്റെ ജീവൻ എന്നുള്ളതാണ് ഏറ്റവും പരമമായ കാര്യം. ഇനി അതിനപ്പുറത്തേക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഈ വിഷയം സമഗ്രമായി പരിഗണിക്കാനും പരിശോധിക്കാനും അക്കാര്യത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കാനും ഇതിനേക്കാൾ കൂടുതൽ ഫോക്കസ് അതിന് കൊടുക്കാനും വനം വകുപ്പിനും സംസ്ഥാന സർക്കാരിനും കഴിയട്ടെ. അതിനുള്ള പ്രയോറിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ 4 മരണങ്ങൾ എന്നുള്ളത് ഒരു നിലയ്ക്കും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.